Hello, good afternoon all. Good afternoon. Good afternoon, ma'am. Okay. നമ്മളെ കുറച്ച് മെഷീൻസിന്റെ അല്ലെ അതാണ് പഠിച്ചിട്ട് വന്നത് മെഡിക്കൽ എക്യുപ്മെന്റിന്റെ 3-4 എക്യുപ്മെന്റ് നമ്മൾ നോക്കി. നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എല്ലാവരും അറിയാവുന്ന കുറച്ച് മെഷീൻസ് ആണ് അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മള് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോ എന്താ നമ്മുടെ റിലേറ്റീവ്സിന്റെ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെല്ലുമ്പോഴൊക്കെ നമ്മൾ പരിചിതമായിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനും എളുപ്പമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഓക്സിജൻ മാസ്ക് വരെയല്ലേ? ഓക്കെ, ഇനി നമുക്കുള്ളത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ECG മെഷീൻ തുടങ്ങിയാണ് നമുക്ക് നോക്കേണ്ടത്. എന്താണ് ECG മെഷീൻ? ECG എടുക്കാനായിട്ടും ചിലപ്പോഴൊക്കെ അല്ലെ ഡോക്ടേഴ്സ് ചെല്ലുമ്പോൾ തന്നെ ഇൻഫോം ചെയ്യാറുണ്ട്, നിങ്ങൾ ECG എടുത്തിട്ട് വരാനായിട്ട് പറയും. പൊതുവെ ECG എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഘട്ടമായിട്ടുള്ള അല്ലെ അത് അതിന്റെ ആ ഒരു കാര്യങ്ങൾ കൃത്യതയോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ECG പൊതുവെ എടുത്തിട്ട് വരാനായിട്ട് പറയുന്നത്. അപ്പൊ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് is the process of reading the electrical function of the heart over a period of time using electrodes which are put on the skin. അതായത് നമുക്കറിയാം ECG എടുക്കുമ്പോൾ ചിലർക്കെങ്കിലും എന്താണ് അനുഭവസ്ഥരായിരിക്കും, എന്താണോ അവര് ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം അല്ലെ ശരീരത്തില് ഓരോ സ്ഥലത്തൊക്കെ കൊണ്ട് കുത്തിവെച്ചിട്ട് ഒരു ചെറിയ വൈദ്യുത പ്രവാഹം അല്ലെ കാന്തികമായിട്ടുള്ള വൈദ്യുത പ്രവാഹം കടത്തിവിട്ടിട്ട് നിശ്ചിത സമയം കൊണ്ട് നമ്മുടെ ഹേർട്ടിന്റെ ചലനങ്ങൾ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തും. അതിൽ നിന്ന് ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് അല്ലെ വലിയ എവിടെയും ബ്രേക്ക് ഒന്നുമില്ലാതെ ഒരേ ഫ്ലോയിലാണ് പോകുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് അതിന്റെ ആ ഫ്ലോയിൽ ആ ഒരു ഒഴുക്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആ ഒരു മെഷീന്റെ ഉപയോഗം എന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെയിങ് മെഷീൻ. വെയിങ് മെഷീൻ നിങ്ങൾ പരമാവധി അല്ലെ നിങ്ങൾ സുപരിചിതമായ ഒരു മെഷീനാണ്. ഡിജിറ്റൽ സ്കെയിൽ ഈസ് കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് വെയിങ് മെഷീൻ which measures many readings that includes body weight, body fat, BMI, etc. അതായത് നമ്മളെപ്പോഴും ബോഡി വെയിറ്റ് നോക്കാറുണ്ട്. അതായത് പൊതുവെ ബോഡി വെയിറ്റ് നോക്കുന്നത് നമ്മളുടെ അല്ലെ വെയിറ്റ് കൂടുതലാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും മറ്റ് എന്താണ് കൂടുതൽ ഡിസീസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് എപ്പോഴും നോക്കുന്നത്. സാധാരണ പ്രായത്തിനനുസരിച്ചിട്ട് അതല്ലെങ്കിൽ ഹൈറ്റിനനുസരിച്ചിട്ട് BMI എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് ആണ്. BMI എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ്. അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് തന്നെ വെയിറ്റ് അതിന്റെ ആനുപാതിക പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് വെയിറ്റ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് ഈ ഒരു സൂചിക ഉപയോഗിക്കുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ ഇത്തരത്തില് വെയിറ്റ് നോക്കിയിട്ട് അതിന്റെ അല്ലെ കുട്ടികളൊക്കെ ആവുമ്പോൾ എപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കും കുട്ടികളുടെ വെയിറ്റും ഹൈറ്റും നോക്കിയിട്ട് അവർക്ക് പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഡോക്ടേഴ്സ് പ്രധാനമായിട്ട് നിർദ്ദേശിക്കും. കാരണം അത് തുലനാവസ്ഥയിൽ അല്ലെ നമ്മള് കുട്ടികളായിരിക്കുമ്പോഴാണ് വളർച്ചയിലെ കാലഘട്ടം. അപ്പൊ അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് വെയിറ്റ് ആനുപാതികമായിട്ട് വരുന്നില്ല എങ്കിൽ എന്തെങ്കിലും എറർ അല്ലെങ്കിൽ കൂടിയാലും അത് പ്രശ്നമാണ്. വെയിറ്റ് വന്നില്ലെങ്കിലും ബോഡി മാസ് ഇൻഡെക്സ് അതെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഹൈറ്റിനനുസരിച്ചിട്ട് തന്നെ വെയിറ്റ് ഇല്ല എങ്കിൽ അത് പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് ആ വെയിറ്റ് നിലനിർത്തേണ്ടതാണ്. ഓക്കെ, അതാണ് വെയിങ് മെഷീൻ. ഡിജിറ്റൽ സ്കെയിൽ ഈസ് എ കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് വെയിങ് മെഷീൻ which measures the many readings that includes body weight, body fat. അതേമാതിരി തന്നെ അല്ലേ നമുക്ക് അറിയാം വണ്ണം വയ്ക്കുന്നതനുസരിച്ചിട്ട് തന്നെ അതിന്റെ ഫാറ്റും നമുക്ക് ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ ഫാറ്റ് അടിഞ്ഞുകൂടും അല്ലെ, അത് കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്.
അപ്പൊ അത് അധികമായി കഴിഞ്ഞാൽ അസുഖങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുവെ വെയിങ് മെഷീൻ യൂസ് ചെയ്യുന്നത്. ദെൻ ട്രോളീസ്. എന്താണ് ട്രോളീസിൽ പറയുന്നത്? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, പിക്ചറിൽ കുറച്ച് അല്ലെ ഷെൽഫ് പോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ട്രോളി മെഷീന്റെ ഉപയോഗം എന്ന് പറയുന്നത് എവിടെയെങ്കിലും അല്ലെ, ഇപ്പൊ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോഴേ എമർജൻസി കാര്യങ്ങളൊക്കെ വരുമ്പോഴേ കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ എമർജൻസി ആയിട്ട് ഒരുപാട് മെഡിസിൻസും അതോടൊപ്പം തന്നെ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ആർക്കും പ്രശ്നമൊന്നും അല്ലെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ എന്നാൽ എളുപ്പത്തില് ഹാൻഡിൽ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ട്രോളീസ്. എന്താ പറയേണ്ടത്? ഒബ്ജക്റ്റീവ് ഓഫ് യൂസിങ് ട്രോളീസ് ഇൻ ഹോസ്പിറ്റൽ. Hospitals is to help to move things from one place to another place without any risk. അതായത് ആർക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതിന്റെ പ്രത്യേകത കണ്ടാൽ അറിയാം. അതിന്റെ ഇടയിൽ ഒരു വീലുകളുണ്ട് അല്ലെ, വീലുകൾ ഉപയോഗിച്ചിട്ട് തന്നെ അത് നിർദ്ദേശം മൂവ് ചെയ്യുന്നവർക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് വരുന്ന വ്യക്തികളാണ് എങ്കിൽ അവർക്ക് എന്താണ് രക്തം ഒരുപാട് പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്, അവർക്ക് മെഡിസിൻസ് കൊടുക്കേണ്ടതുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ തുണികളും കോട്ടൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനെ വ്യത്യസ്ത സംഭവങ്ങളെല്ലാം ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് എന്തെല്ലാം പൾസും കാര്യങ്ങളൊക്കെ നോക്കുന്നതിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ടൂൾസുകളെല്ലാം അതിലുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഈ ഒരു ട്രോളീസിൽ എല്ലാം അല്ലെ, അത് വെക്കേണ്ട പ്ലേസുകളിലെല്ലാം വെച്ചിട്ട് അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആവശ്യാനുസരണം ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാനൊക്കെയായിട്ട് സാധിക്കും. The objectives of using trolleys in the hospital is to help to move things from one place to another place without any risk. Hospital trolleys are crash cart trolley, then medicine trolley, SS dressing trolley, and instrument trolley. അപ്പൊ അതിലെന്താ പറയുന്നത്? വ്യത്യസ്ത തരത്തിലുള്ള ട്രോളികൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്കറിയാം അവിടെ എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരിക അല്ലെ, പെട്ടെന്ന് വരുന്ന ഒരു ആക്സിഡന്റ് എമർജൻസിക്ക് വരുന്ന ഒരു പേഷ്യന്റ് കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്ത് വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ്. ചിലപ്പോൾ മെഡിസിൻസ് മാത്രം കൊണ്ട് അല്ലെ, ഒരു വാർഡിലേക്ക് ആകുമ്പോൾ എല്ലാ പേഷ്യൻസിനും അനുസൃതമായിട്ടുള്ള മെഡിസിൻസ് മാത്രം കീപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ട്രോളി ഉപയോഗിച്ചിട്ട് എല്ലാവരും വ്യത്യസ്ത സ്ഥലത്തിലുള്ള അല്ലെ എല്ലാ പേഷ്യൻസിനും ആവശ്യമായ ട്രോളി മെഡിസിൻസുകളെ എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് ഒന്നിച്ചു കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ട്രോളികൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ക്രാഷ് കാർട്ട് ട്രോളിയെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇവിടെ വീണ്ടും വരുന്നുണ്ട്. എന്താണ് ക്രാഷ് കാർട്ട് ട്രോളി? ക്രാഷ് കാർട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലെ പ്രത്യേകം പറയുന്നില്ല. എന്താണ്? അതെ, ഇലക്ട്രോകാർഡിയോഗ്രാം ആണ്. അതെ, ഗ്രാം തന്നെയാണ്, ഗ്രാഫ് അല്ല, കാർഡിയോഗ്രാം തന്നെയാണ്. അതിന്റെ പേര് നിങ്ങൾ കേൾക്കുമ്പോൾ ഗ്രാഫ് ആണല്ലോ എന്നുവെച്ചാ പിക്ചർ ആണല്ലോ അല്ലെ. സാധാരണ നമ്മൾ ഗ്രാഫ് വരയ്ക്കുക എന്ന് പറയുന്നത് പിക്ചറാണ് കാണിച്ചു തരുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ മെഷീന്റെ പേര് തന്നെ ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്നാണ്. ഓക്കെ, ഇലക്ട്രോകാർഡിയോഗ്രാഫ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ഇലക്ട്രിക്കൽ ഫങ്ഷൻ ഓഫ് ദ ഹേർട്ട് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അത് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് തന്നെയാണ്. അത് എന്താ പറയണേ, റിവേഴ്സ് ആയിട്ട് പഠിച്ചാൽ മതി. ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്നാണ് ഇതിന്റെ മെഷീന്റെ പേര്. തന്നെ നമ്മളപ്പോ പറഞ്ഞു നടത്തിയത് ട്രോളീസ് ആണ്. വ്യത്യസ്ത തരത്തിലുള്ള ട്രോളികളുണ്ട്. ക്രാഷ് കാർട്ട് ട്രോളി, മെഡിസിൻ ട്രോളി, തന്നെ SS ഡ്രസ്സിംഗ് ട്രോളി. ഈ SS ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീൽ തന്നെ അതിന്റെ തന്നെ ആ ഒരു ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രോളി. ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് ഇതുകൾ വ്യത്യസ്ത ഷെൽഫുകൾ ഉണ്ടാവും, വ്യത്യസ്ത ബോക്സുകളോ ട്രോകളോ എല്ലാം കൂടിയൊക്കെ നിറഞ്ഞ ട്രോളികളായിരിക്കും. ഏത് ട്രോളിക്കും ഒരു ഫ്രെയിം ഉണ്ട് അല്ലെ, ഒരു രൂപരേഖ ഉണ്ടാവും. ക്രാഷ് കാർട്ട് ട്രോളിയിൽ കുറെ ഷെൽഫുകളോ ട്രോകളൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. മെഡിസിൻ ട്രോളിക്ക് നമുക്കറിയാലോ, അതും ഏതാണ്ട് ഈ മോഡലായിരുന്നു. ഒരുപാട് മെഡിസിൻസ് ഒക്കെ കീപ്പ് ചെയ്യും. അപ്പൊ ഈ മോഡലെല്ലാം നമ്മുടെ ക്രാഷ് കാർട്ട് ട്രോളിയെ പോലെ വ്യത്യസ്ത ട്രോകളും ഷെൽഫുകളൊക്കെ നിറഞ്ഞതായിരിക്കും. പിന്നെ SS ഡ്രസ്സിംഗ് ട്രോളി. SS ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ്, ഒരു ഫ്രെയിമോട് കൂടിയിട്ട്. അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം കീപ്പ് ചെയ്തിട്ടായിരിക്കും ആ പേഷ്യന്റിന്റെ അടുത്തേക്ക് ഇത് കൊണ്ട് ചെല്ലുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തതിനു ശേഷം
അല്ലെ അതിന്റെ എല്ലാം കീപ്പ് ചെയ്തതിനു ശേഷം തിരിച്ചുവെക്ക് യഥാസ്ഥാനത്ത് എത്തിക്കാനായിട്ട് സാധിക്കും. വീൽ ചെയർ ഇത് നമ്മൾ കണ്ടുപോയിരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. സാധാരണ സ്വമേധയ അല്ലെ ഒരു പേഷ്യന്റിന് ചലിക്കാനൊക്കെ ആയിട്ട് സാധിക്കാതെ വരുമ്പോൾ എന്തെങ്കിലും ജന്മനാ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ളവരും എന്തെങ്കിലും ആക്സിഡൻസോ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുകൾക്ക് അല്ലെ ഓപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ വിധേയമായതിനു ശേഷമൊക്കെ നമ്മൾ സാധാരണ വീൽ ചെയർ യൂസ് ചെയ്യാറുണ്ട്. വീൽ ചെയർ ഈസ് എ വീൽഡ് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ്. The instrument is moved manually by turning the wheels by the hand or by various automated systems. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, പൊതുവെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് അത് കൊണ്ടുപോവുക, അത് അറ്റൻഡർ അത് യൂസ് ചെയ്യുന്നുണ്ടാവും. പേഷ്യന്റിനെ എത്തിയിട്ട് അറ്റൻഡർ എങ്ങനെയൊക്കെയാ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടേൺ ചെയ്ത് സാധാരണ രീതിയിൽ തിരിച്ചു വളച്ചൊക്കെ എത്തിക്കേണ്ടത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മളിപ്പോ എന്താണ് നമ്മളുടെ തന്നെ ഏതെങ്കിലുമൊക്കെ വഴിയിലൊക്കെ ഇങ്ങനെയൊക്കെ വീല് യൂസ് ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ടാവും അല്ലെ. ജന്മന ഹാൻഡിക്കേപ്പഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരിതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് പൊതുവെ സ്വന്തമായിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് അതിൽ പിടിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ. അവർക്ക് അതനുസരിച്ചിട്ട് തന്നെ ടേൺ ചെയ്യാനും റൈസപ്പ് ചെയ്ത് അല്ലെ എന്തെങ്കിലും പപ്പൊക്കം വരുമ്പോൾ റേസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം, ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതനുസരിച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള വീൽ ചെയർ ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഹാൻഡിൽ അല്ലെ മാനുവലി ഒരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് വീൽ ചെയർ യൂസ് ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ സ്വന്തമായിട്ട് അല്ലെ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, കൈക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തവര് എന്താണ് സ്വന്തമായിട്ട് ഓട്ടോമാറ്റഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഈ വീൽ ചെയർ യൂസ് ചെയ്യാവുന്നതാണ്. Then wheelchairs are used for people who feel walking is difficult or impossible because of illness, physiological or physical injury or disability. അതായത് എന്തെങ്കിലും ഡിസബിലിറ്റി അല്ലെ നമ്മുടെ വൈകല്യങ്ങൾ എന്തെങ്കിലും ഉള്ളവര് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസോസിയേറ്റഡ് രോഗം വന്നതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചവരാവാം. അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെയാണ് സാധാരണയായിട്ട് വീൽ ചെയർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെയുള്ള മറ്റൊരു ടൂളാണ് സ്ട്രെച്ചേഴ്സ്. ഇന്നും എങ്ങനെയാണ് സ്വമേധയ അല്ലെ അവർക്ക് പേഷ്യൻസിന് സ്വമേധയെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്തിരുന്നിട്ട് വലിയ കുഴപ്പമില്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താ അവർ സെൽഫായിട്ട് തന്നെ നടന്നു വരും. പക്ഷെ ഇച്ചിരി കൂടി അല്ലെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ നമുക്കറിയാം രോഗാവസ്ഥയുടെ അനുസരിച്ചിട്ട് തന്നെ സ്ട്രക്ചർ ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ അഡ്മിഷന് വേണ്ടിയിട്ട് വരെ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് അല്ലെ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജുകളൊക്കെ ആകുമ്പോൾ ആംബുലൻസിൽ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് പേഷ്യൻസിനെ കൊണ്ടുവരാറ്. അപ്പൊ അതിന്റെ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. സ്ട്രക്ചർ ഈസ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ക്യാരിയിങ് പേഷ്യൻസ് ഹു നീഡ് മെഡിക്കൽ കെയർ. സാധാരണയായിട്ട് പേഷ്യൻസിനെ വഹിച്ചുകൊണ്ട് അവരുടെ അസുഖത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആണ് സ്ട്രക്ചറുകൾ. Then structures are mainly used in acute out of hospital care situation by emergency medical service. അതായത് നമുക്കറിയാം ഗുരുതരമായിട്ട് അല്ലെ അക്യൂട്ട് ഗുരുതരമായിട്ടുള്ള പേഷ്യൻസ് എന്തെങ്കിലും അവസ്ഥകൾ പേഷ്യൻസിന് വരികയാണ് എങ്കിൽ എമർജൻസിക്കൊക്കെ നമ്മൾ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് സർവീസ് ചെയ്യാറുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് നാച്ചുറലി സുപരിചിതമായ എക്യുപ്മെന്റ്സ് ആണ് അല്ലെ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കി. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ. അടുത്തത് അതായത് സക്ഷനിങ് മെഷീൻ. അതായത് സക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നിങ്ങൾ ചിലപ്പോഴെങ്കിലും അല്ലെ ചില നമുക്ക് ഭയങ്കര പ്രായാധിപത്യമുള്ളവര് കഫമൊക്കെ തുപ്പാനായിട്ട് അല്ലെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരൊക്കെ എന്താണ് സാധാരണയായിട്ട് അതിനേക്കാൾ എളുപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വല്ല ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളുടെ വായിലെ വെള്ളങ്ങൾ അല്ലെ ഇത് സക്ക് ചെയ്ത് അവര് റിമൂവ് ചെയ്യുന്നത് കാണാം. അപ്പൊ അവരുപയോഗിക്കുന്ന ഒരു മെഷീനാണ് സക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്.
A suction machine is a movable instrument used in the field of medicine for sucking fluids from a person's airway and mouth. അപ്പൊ അവരെന്താണ് വളരെ വായുവിൽ വരുന്ന പെറ്റീസ് കഫൊക്കെ ആണെങ്കിലും അത് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധാരണ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തു നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് സക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്. സക്ഷനിങ് മെഷീൻ ഈസ് എ മൂവബിൾ ഇൻസ്ട്രുമെന്റ്, അത് ചലിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ എന്താ പ്രത്യേകത, നമ്മുടെ ഫ്ലൂയിഡ്സ് അല്ലെ അത് പേഴ്സണിന്റെ വായുവിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്ത് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ഫ്ലോമീറ്റർ. എന്താണ് ഫ്ലോമീറ്റർ എന്ന് പറയുന്നത്? നിങ്ങൾ ആരെങ്കിലൊക്കെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും പൊതുവെ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഡിവൈസ് ആണ്. എ ഡിവൈസ് കൺട്രോൾ ആൻഡ് ഗേജസ് ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഗ്യാസ് ഇൻ അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻ. ഇറ്റ് ഈസ് ദ ഫ്ലോ മീറ്റർ ദാറ്റ് ജസ്റ്റസ് ബൈ സ്പീഡ് ഓഫ് ഫ്ലോ ബേസ്ഡ് ഓൺ തിയർ വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി. അതായത് നമ്മൾ അതിൽ കണ്ടോ ഒരു മീറ്റർ ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെവിടെ ഒരു നിശ്ചിത അളവിലാണ് അല്ലെ ഒരു രോഗിക്ക് ഓക്സിജൻ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അത് കുറച്ചൊക്കെ എന്താണ് കൂടുതലായി കഴിഞ്ഞാൽ വാതകമാണ്, അത് ഒരുപാട് നമുക്ക് ഫ്ലോ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടാവില്ല അല്ലെ. അത് ആ രോഗിയിലെ രോഗാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഇത്രയും അളവില് തന്നെ കൊടുക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം അളവിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അത് അനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യാനും അത് കൃത്യമായിട്ട് എത്രത്തോളം പോകുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി തരാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് നമ്മുടെ ഫ്ലോമീറ്റർ. ഇതൊരു ഡിവൈസ് ആണ്, ഉപകരണമാണ്. അത് പൊതുവെ ഉപയോഗിക്കുന്ന അതിന്റെ സ്പീഡ് അല്ലെ, നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ നമുക്ക് അല്ലെ മതിയായ ഒരു ആനുപാതികമായ രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് കിട്ടേണ്ടതുണ്ട്. അല്ലെ ഓക്സിജന്റെ മതിയായ അളവിൽ തന്നെ ഈ വ്യക്തിക്ക് അത് ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ ആ വാതകം എത്രത്തോളം രീതിയിലാണ് എത്രത്തോളം സ്പീഡിലാണ് അത് ഫ്ലോ ചെയ്യേണ്ടത് അതനുസരിച്ചിട്ട് തന്നെ ഇതിൽ ക്രമീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മീറ്ററുകൾ വളരെ കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരികയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സിറിഞ്ച് പമ്പ്. സിറിഞ്ച് പമ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു ഡിവൈസർ തന്നെയാണ്, അതായത് ഒരു ഉപകരണമാണ്. പൊതുവെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ഇതിന്റെ നിങ്ങളിപ്പോ ഒരു ഗ്യാസ് അതിന്റെ ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ഉണ്ട് അല്ലെ, അതിനെ നമ്മൾ ഒരു പൊതുവെ നമ്മൾ എല്ലാം ഓൺ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ടല്ല, ശരിക്കും അതിന്റെ ആ ഒരു കൺട്രോളിംഗ് ലെവലിലാണ് അത് പ്രഷർ ചെയ്യുന്നത് അല്ലെ. അത് കൂടുതൽ പോയി കഴിഞ്ഞാൽ പ്രോബ്ലംസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് വന്ന റെഗുലേറ്റർ നമ്മൾ ഓഫ് ചെയ്തു. അത് ഭയങ്കര ഇതാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഒരു പ്രവാഹമുണ്ട്, അതിന്റെ ഒരു ഡെൻസിറ്റി, അതിന്റെ ആ ഒരു ഇതിന്റെ സാന്ദ്രതയ്ക്ക് അനുസരിച്ചിട്ട് തന്നെ പ്രവഹിക്കേണ്ടതുണ്ട്. ആ ഒരു രീതി അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞത് വീട്ടിലെ ഓൺ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഗ്യാസ് സിലിണ്ടറിൽ അത് ഓൺ ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലോ അതൊരു നിശ്ചിത ആനുപാതികമായിട്ടായിരിക്കും പോകുന്നത്. അത് ഒരുപാട് പ്രഷറോട് കൂടി പോയി കഴിഞ്ഞാൽ വലിയ അപകടം സംഭവിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റെഗുലേറ്റർ എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യും. എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ഇതും ഒരു വാതകമാണ് രോഗിക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഡെൻസിറ്റി, അതിന്റെ ആ ഒരു മർദ്ദവും അതെല്ലാം കൂടി ശ്രദ്ധയോടുകൂടി കേന്ദ്രീകരിച്ചിട്ടാണ് മീറ്റർ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ രോഗിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ അളവില് നമ്മൾ കൊടുക്കേണ്ടി വരും. ക്ലിയർ ആയി കാണോ? ഓക്കെ ആണോ? എന്താണ് ഡെൻസിറ്റി വിസ്കോസിറ്റി എന്നൊക്കെ മനസ്സിലായോ? അപ്പൊ അതിന്റെ ആ ഒരു ഫ്ലോ ഇത് അല്ലെ, അത് എത്രത്തോളം മർദ്ദത്തോടും ഇതോടും കൂടിയിട്ടാണ് അത് കുടിക്കേണ്ടത് എന്ന് ക്രമീകരിക്കുന്ന ഒരു മീറ്ററാണ്. നെക്സ്റ്റ് നമ്മുടെ സിറിഞ്ച് പമ്പ്. ഇത് നമ്മൾ എപ്പോഴും അല്ലെ എല്ലാവർക്കും സുപരിചിതമായി കണ്ടിരുന്നു വരില്ല, കാരണം കുറച്ചൊക്കെ നമ്മൾ കണ്ടുപോകുന്ന ഒരു സംഭവമാണ് അല്ലെ. ചുരുങ്ങുഴി അല്ലെ ചില പേഷ്യൻസ് ഒക്കെയാണ്, നമ്മൾ റയർ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെയാണ് സിറിഞ്ച് പമ്പ് കണ്ടിട്ടുണ്ടാവുക. എന്താണ് സിറിഞ്ച് ഡ്രൈവർ ഓർ സിറിഞ്ച് പമ്പ് ഈസ് എ ലിക്വിഡ് ഇൻഫ്യൂഷൻ പമ്പ്. Some consist of infused air with the draw capability.
used to administer gradually small amount of a fluid with or without a medication to a patient or for use in chemical and biomedical research. അതായത് നമുക്കറിയാം പൊതുവെ അല്ലെ കുറെ കാര്യങ്ങൾ കൊടുക്കണമെന്നില്ല. ഒരു പേഷ്യൻസിന് നമ്മൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ആവുന്ന ക്യാൻസർ പേഷ്യൻസും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു നിശ്ചിത ആനുപാതികമായിട്ടുള്ള സംഭവങ്ങളെ ഇച്ചിരി കൂടി രോഗാവസ്ഥയുടെ ഇതനുസരിച്ചിട്ട് ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അവർക്കൊരു നിയന്ത്രിത രീതിയിൽ രോഗിയുടെ ശരീരത്തിലേക്ക് ദ്രാവകം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീന്റെ ഹെൽപ്പ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം ഇപ്പൊ ഇന്നത്തെ കണ്ടീഷൻ, അതായത് ഇന്ന് ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്റ്റേജ് ആണെങ്കിൽ അത് കൂടുതൽ എമൗണ്ട് ഭക്ഷണം അല്ലെ ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം ഇവർക്കുള്ളിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ അളവ് അനുസരിച്ചിട്ട് തന്നെ ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ നെക്സ്റ്റ് ഡേ ഇവരുടെ ശാരീരികാവസ്ഥ ഇത്തിരി കൂടെ വഷളാവുകയാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതിന്റെ അനുസരിച്ചിട്ട് അതിനുകൂടി ഒന്നും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ഭക്ഷണം അല്ലെ ഫ്ലൂയിഡ് എത്തിക്കേണ്ടതായിട്ട് വരുന്നെങ്കിൽ അതനുസരിച്ചിട്ടും ആ ദ്രാവകം ശരീരത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ സിറിഞ്ച് പമ്പ് ഉപയോഗിക്കാവുന്നതാണ്. ആ അളവ് കൂടുതലും കുറവും അത് ക്രമീകരിച്ച് രോഗിക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആനുപാതികമായിട്ടുള്ള രീതിയിൽ തന്നെ രോഗിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് സിറിഞ്ച് പമ്പ്. അതിലൂടെ നമുക്ക് മെഡിസിൻസും അല്ലെ എല്ലാം രോഗിക്ക് ആവശ്യമായിട്ടുള്ളത് ദ്രാവക രൂപത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെതസ്കോപ്പ്. നമ്മളെല്ലാവരും അല്ലെ പൊതുവെ കാണുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് നമ്മൾ എന്താണ് സാധാരണയായിട്ട് ആന്തരിക അല്ലെ നമ്മുടെ ലങ്സ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. നമുക്കറിയാം ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കഴുത്തില് എന്താണ് സ്റ്റെതസ്കോപ്പ് ഉണ്ടാവും അല്ലെ. ഓക്കെ, ആ ഒരു മെഷീൻ സാധാരണയായിട്ട് സിറിഞ്ച് പമ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വിവരിച്ചു തരാം. അതായത് ആനുപാതികമായിട്ട് ഇത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ കൃത്യമായിട്ട് ഇതില് വിവരിച്ചു തരുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും അതുവരേക്കുള്ളത് നിങ്ങൾ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് നിങ്ങൾ സിറിഞ്ച് പമ്പ് ഒന്നും കൂടി ശ്രദ്ധിക്കുക. അതായത് ഒരു നിയന്ത്രിത രീതിയിൽ ഒരു രോഗിയുടെ ശരീരത്തിലേക്ക് ദ്രാവകങ്ങൾ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് സിറിഞ്ച് പമ്പ്. അതായത് ഒരു നിയന്ത്രിത അളവിലെ ചിലപ്പോൾ രോഗാവസ്ഥ മൂർത്തി തന്നെ അല്ലെ കുറച്ചും കൂടി വലിയ പ്രോബ്ലം അല്ലെങ്കിൽ ഇത്രയും കൂടി ഇച്ചിരി കൂടി അളവ് കൂട്ടി കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് തന്നെ ഈ രോഗിക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവ വിവിധ ആവശ്യങ്ങൾക്ക് വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ മെഡിസിൻസ് ചിലപ്പോൾ കൊടുക്കാനുണ്ടാകും. ചിലപ്പോൾ ചെറുത രീതിയിൽ ഊർജ്ജ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഡോക്ടേഴ്സ് എന്താണ് അത്രത്തോളം കൊടുക്കണം, എത്രത്തോളം ദ്രാവകം കൊടുക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു. അതനുസരിച്ചിട്ട് തന്നെ രോഗിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇൻഫ്യൂഷൻ പമ്പുകൾക്ക് വലിയ തോതിലോ ചെറിയ തോതിലോ അളവിൽ ദ്രാവകങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ഒരു പമ്പിന്റെ പ്രത്യേകത.
അതായത് വലിയ തോതിലോ ചെറിയ തോതിലോ അളവില് ഇവർക്ക് ഈ ഒരു പമ്പിന് അളവ് ക്രമീകരിച്ചിട്ട് രോഗിക്ക് വിതരണം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഇൻസുലിൻ അല്ലെങ്കിൽ മറ്റു ഹോർമോൺ ആന്റിബയോട്ടിക്കുകൾ, കീമോതെറാപ്പി മരുന്നുകൾ, വേദന സംഹാരികൾ എന്നിവ പോലുള്ള പോഷകങ്ങളോ മരുന്നുകളോ വിതരണം ചെയ്യാനും സാധിക്കുമല്ലോ. നമ്മള് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലായി. ഇങ്ങനെ ഈ ഒരു മെഷീന്റെ ഇതെന്ന് പറയുന്നത് അനുഭവസ്ഥര് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഈ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഡോക്ടേഴ്സിന് ഇത് കൃത്യമായിട്ട് തന്നെ എന്തോരം ദ്രാവക രൂപത്തിൽ ഈ വ്യക്തിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമോ, ആ പേഷ്യന്റിന്റെ ആ രീതി അനുസരിച്ചിട്ട് തന്നെ ഡോക്ടേഴ്സ് അത് ക്രമീകരിക്കുക. അതനുസരിച്ചിട്ട് ഹോർമോണുകളും അതേമാതിരി തന്നെ മെഡിസിൻസും എന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവക രൂപേണ ഇത് ശരീരത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പ്രധാനമായിട്ടും രോഗി കിടക്കുന്ന അവസ്ഥയായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മെഷീൻസ് ഉപയോഗിച്ച് രോഗിക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് അല്ലെ, രോഗിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പൊ കിടക്കയോടൊപ്പം തന്നെയായിരിക്കും അവര് കിടക്കുന്ന ആ പ്ലേസിൽ തന്നെയായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് എന്താണ്, പോർട്ടബിൾ അല്ലെങ്കിൽ ധരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രോഗിക്ക് ധരിക്കാൻ പറ്റുന്ന തരത്തിൽ അത് മാറ്റാൻ അല്ലെ, അതനുസരിച്ചിട്ട് തന്നെ മാറ്റാൻ പറ്റുന്ന തരത്തിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഇത് വ്യത്യസ്ത രീതികളിൽ രൂപകൽപ്പന ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിയുടെ രോഗാവസ്ഥയോടൊപ്പം ഇത് മാറ്റിയെടുക്കാനായിട്ട്. മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചികിത്സ അല്ലെ, ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ചികിത്സ കൊടുക്കുക എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ എന്താണ് സിറിഞ്ച് പമ്പ് എന്നുള്ളത്? നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്റ്റെതസ്കോപ്പ്. ഓക്കെ, ഇതില് ഞാൻ എന്നോട് പറയാം. ഇത് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത് രോഗിയുടെ ഒപ്പം തന്നെ കിടക്കയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. ഇതില് പ്രധാനമായിട്ട് രോഗിക്ക് അല്ലെ, നമുക്ക് ആ രോഗിയുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ട് രോഗിക്ക് എന്താണ് റൈസ് ട്യൂബോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഉപയോഗിച്ച് ഫുഡ് കൊടുക്കാനായിട്ട് ദ്രാവക രൂപത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ഈ ഒരു രീതി അനുസരിച്ചിട്ട് എത്രത്തോളം കൗണ്ട് ഈ വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കുമോ അതനുസരിച്ചിട്ട് കൊടുക്കാൻ നമുക്ക് എത്രത്തോളം അറിയണം അല്ലെ, ഈ രോഗിയില് എത്രത്തോളം ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോട്ട് ചെയ്ത് അല്ലെ ഡോക്ടേഴ്സിന് മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ രോഗാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഭക്ഷണം ദ്രാവക രൂപത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അതിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് പ്രധാനമായിട്ടും വേദന സംഹാരികള്, ആന്റിബയോട്ടിക്കുകൾ, കീമോതെറാപ്പി മരുന്നുകൾ എന്നിവ പോലുള്ള പോഷകങ്ങളോ മരുന്നുകളോ വിതരണം ചെയ്യാനും ഉപയോഗിക്കാമെന്ന്. അപ്പൊ ഇത് അനുസരിച്ചിട്ട് എത്രത്തോളം അല്ലെ, ഇത് എത്രത്തോളം ഈ കീമോതെറാപ്പി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ക്യാൻസർ പേഷ്യൻസിനൊക്കെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള പേഷ്യൻസിന് അത് മെഡിസിൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സിറിഞ്ച് പമ്പ്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് നമ്മൾ നേരത്തെ അല്ലെ പറഞ്ഞു നടത്തി നമ്മൾ സാധാരണ കണ്ടു മനസ്സിലാക്കുന്ന ഒരു എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ്. സാധാരണയായിട്ട് അതൊന്നൊരു ഡിസ്ക് ഉണ്ട് അല്ലെ, ആ ഡിസ്ക് വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിലൂടെ അമർത്തി കഴിയുമ്പോൾ ഡോക്ടേഴ്സിന്റെ രണ്ട് ഇരു ചെവികളിലും അതിനനുസരിച്ചിട്ടുള്ള ഇതുണ്ട്. അതും എന്താണ് അവരെ പുഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അല്ലെ ജസ്റ്റ് ലാസ്റ്റ് പറയുന്നുണ്ട്. ട്യൂബുകളുണ്ട്, ഇയർ പീസസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ട്യൂബുകൾ കൂടി ഘടിപ്പിച്ചിട്ടാണ് സ്റ്റെതസ്കോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ സ്റ്റെതസ്കോപ്പ് വെച്ച് ഒരു വ്യക്തിയുടെ ആന്തരിക അവയവമായ നമ്മുടെ ഹേർട്ടിന്റെ അല്ലെങ്കിൽ ലങ്സിന്റെ പാറ്റേഴ്സ് അല്ലെ എന്താണ് കറക്റ്റ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്, എവിടെയെങ്കിലും ബ്ലോക്ക് വരുന്നുണ്ടോ, നമുക്കറിയാം ഇച്ചിരി കൂടി പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാകുകയാണെങ്കിൽ അവര് ഒരു ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കാനൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞു തരട്ടെ. സ്റ്റെതസ്കോപ്പിന്റെ ഓസ്കൾട്ടേഷൻ അല്ലെ, ഓസ്കൾട്ടേഷൻ എന്ന് പറയുന്നത് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള ആന്തര അവയവങ്ങളുടെ
അതാണ് ഉദ്ദേശിക്കുന്നത്. Auscultation എന്ന് പറയുന്നത് the stethoscope is an auditory medical device for auscultation or listening to the inner sound of an animal or a human body. അപ്പൊ ഇത് ഇവിടെ ഓർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്കൾട്ടേഷൻ എന്താന്നുള്ളതാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ലിസണിങ് ടു ദ ഇന്നർ സൗണ്ട് ഓഫ് ആൻ ആനിമൽ ഓർ ഹ്യൂമൻ ബോഡി. ബോഡിയുടെ മനുഷ്യ ശരീരത്തിന്റെ അല്ലെങ്കിൽ മറ്റ് ജീവികളുടെയൊക്കെ ആന്തര അവയവങ്ങളുടെ ആ ഒരു കൃത്യമായിട്ടുള്ള പ്രവർത്തനം അറിയാൻ വേണ്ടിയിട്ട് ഇന്നർ ആയിട്ട് അല്ലെ ആന്തരിക അവയവങ്ങളാണ് നമുക്കറിയാം നമ്മുടെ ഹേർട്ട്, ലങ്സ്. അപ്പൊ അതിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റെതസ്കോപ്പ് എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ആ സൗണ്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അതായത് ആ ഫ്ലോ അനുസരിച്ചിട്ട് തന്നെ ഹേർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് അത് ഗ്രഹിക്കാൻ സാധിക്കും. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സൗണ്ടാണ് കേൾക്കണമെങ്കിൽ സാധാരണ എന്തെങ്കിലും അസുഖമല്ലേ അവര് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ തന്നെ പറഞ്ഞേക്കും. അതാണ് ഇച്ചിരി കൂടി കൂടുതലാണെങ്കിൽ എന്തെങ്കിലും ആന്റിബയോട്ടിക് റെഫർ ചെയ്യും. കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ എന്താണ് അവരൊരു എക്സ്റേ ഒക്കെ എടുക്കണമെന്ന് പറയാം അല്ലെ, ചെസ്റ്റിന്റെ എക്സ്റേ ഒക്കെ എടുക്കണമെന്ന് പറയും. അപ്പൊ അത് അവർക്ക് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ സാധിക്കും. ഇത് കുഴപ്പമില്ല, ലങ്സിന്റെ അല്ലെങ്കിൽ ചെസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കൊന്നും വലിയ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഓസ്കൾട്ടേഷൻ. ഓസ്കൾട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സൗണ്ട് ഗ്രഹിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. Here I come. Then I will have a small disc shaped normal sound. Here what happens? Normal sound ആണെങ്കിൽ no problem, പ്രശ്നമൊന്നുമില്ല. ആ വ്യക്തിക്ക് ഹേർട്ടിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്തിരി കൂടി വേറെ സൗണ്ടുകളാവുമ്പോൾ അവർക്ക് നോർമലി എല്ലാം ഒന്ന് മനസ്സിലാവും. ഞാനതാ പറഞ്ഞത്, സൗണ്ട് കേൾക്കുമ്പോൾ നോർമൽ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഈ വ്യക്തിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത് വലിയ പ്രശ്നമില്ലാത്ത പനിയാണ്, പനി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെസ്റ്റുമായി ബന്ധപ്പെട്ട യാതൊരു പ്രോബ്ലംസ് ഒന്നുമില്ല. പനി വരുമ്പോൾ നമ്മൾ ചെസ്റ്റ് വെച്ച് നോക്കുന്നത് ചെയ്യുന്നത് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുന്നത് പനി അല്ലേ, അത് ഹേർട്ടിനെയോ ലങ്സിനെയോ ഒന്നും ബാധിച്ചിട്ടില്ല. ഹേർട്ടിനെയോ ലങ്സിനെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കഫക്കെട്ട് സംഭവങ്ങളൊക്കെ വരും. അപ്പൊ എന്താണ്, അതനുസരിച്ചിട്ട് ലങ്സും ഇതെല്ലാം വീക്ക് ആവും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ഡോക്ടറിന് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ, അതാണ് ആ സൗണ്ട് ഗ്രഹിച്ചിട്ടാണ് അവരത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പറയുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല, നോർമൽ ആണെങ്കിൽ അതിന്റെ മെഡിസിൻ മാത്രം കൊടുത്ത് വിടും. അതല്ലെങ്കിൽ ചെറിയ ടാബ്ലറ്റ്സുകൾ തരും. പിന്നെ കുറച്ചും കൂടി ആണെങ്കിൽ ആന്റിബയോട്ടിക് റെഫർ ചെയ്യും. അല്ലെങ്കിൽ കുറച്ചും കൂടി ആണെങ്കിൽ അവർ എന്താണ് എക്സ്റേക്ക് എടുക്കണമെന്ന് നിർദ്ദേശിക്കും. എക്സ്റേ കണ്ടിട്ടായിരിക്കും ഡോക്ടേഴ്സ് അത് തീരുമാനിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്രാഷ് കാർട്ട്. ഓക്കെ, ക്രാഷ് കാർട്ട് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നേരത്തെ നമ്മൾ കണ്ടായിരുന്നു, ഒരു ട്രോളികൾ കണ്ടായിരുന്നു അല്ലെ. അപ്പൊ ട്രോളികളിൽ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ട്രോളികൾ ഉണ്ടല്ലോ. നമ്മളുടെ അവിടെ കാണിച്ചു തരുന്ന ഒരു പിക്ചർ ആ നേരത്തെ കണ്ട പിക്ചർ എന്ന് പറയുന്നത് എന്താണ്? SS അല്ലെ, സ്റ്റീൽസ്. ഇതാണ് നമ്മളുടെ ഇതിന്റെ പിക്ചർ. സ്റ്റീൽ സ്റ്റെറൈൽ അല്ലെ, അതിന്റെ ഒരു ട്രോളിയാണ് നമ്മൾ കണ്ടത്. ഇതിവിടെ ഇത് മാതരത്തിൽ തന്നെ ഒരു ട്രോളിയാണ് ക്രാഷ് കാർട്ട്. ക്രാഷ് കാർട്ടിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ബൈ അതർ നെയിംസ് ലൈക്ക് പോർട്ട് കാർട്ട് ആൻഡ് മാക്സ് കാർട്ട്. The crash cart or port cart or max cart, it is a set of trays, drawers, shelves on wheel used in hospitals for transportation and dispensing of emergency medication or equipment at the site of a medical surgical emergency for life support protocols. ALS പറയുന്നു. Then or potentially save someone's life. അതായത് നമ്മുടെ അല്ലെ പൊതുവെ സാധാരണയായിട്ട് നമുക്ക് വരുന്ന മെഡിസിൻസ് പെട്ടെന്ന് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു, പെട്ടെന്ന് ഒരു വീലോട് കൂടിയിലേക്ക് ആവുമ്പോൾ ആ ട്രേ തള്ളിക്കൊണ്ട് ചെന്ന് മെഡിസിൻസ് അല്ലെ, അത് ഒന്നിച്ച് തന്നെ മെഡിസിൻസ് കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ മറ്റ് എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ട്രേയിൽ ഉൾക്കൊള്ളിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ആ പേഷ്യൻസിന്റെ അടുത്ത് ചെന്ന് പറയാം അല്ലെ. അതില് പ്രധാനമായിട്ടും പറയുന്നത് എന്തൊക്കെയാണ്? ട്രേ, റോസ് ഓർ ഷെൽഫ്സ്, ഷെൽഫുകളോട് കൂടിയതോ റോകളോട് കൂടിയതോ ആയ ഒരു ട്രോളിയാണ്. അപ്പൊ അതില് എല്ലാ ഷെൽഫുകളിലും റോകളിലെല്ലാം മെഡിസിൻസോ എക്യുപ്മെന്റ്സോ എന്തെങ്കിലും ചെറിയ അല്ലെ സിസേഴ്സോ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉപകരണങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഈ ട്രോളി തള്ളിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അത് എവിടേക്ക് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്?
അത് മെഡിക്കൽ സർജിക്കൽ എമർജൻസി ഓഫ് ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ്, അങ്ങനെയുള്ള ഏത് പ്ലേസിലും അല്ലെ, നമ്മൾ കാഷ്വാലിറ്റിയിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ അല്ലെ ആവശ്യമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ട്രോളി തള്ളിക്കൊണ്ട് പോയി അതിന്റെ ഫംഗ്ഷൻ, അതിന്റെ പ്രവർത്തനം നിർവഹിക്കാനായിട്ട് സാധിക്കും. എളുപ്പം മെഡിസിൻസും എക്യുപ്മെന്റ്സും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രോളിയാണ് ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. ക്രാഷ് കാർട്ടിലുള്ള പ്രത്യേകത പൊതുവെ ഇതേമാതിരി ട്രേസും ഡ്രോവേഴ്സും ഷെൽഫുകളൊക്കെ കൂടിയതായിരിക്കും ഈ ക്രാഷ് കാർട്ട് എന്നത്. ഓക്കെ, അത് ഓരോന്നിനും ഓരോ ഫ്രെയിമുകൾ അല്ലെ, ഓരോ രൂപകൽപ്പനയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, മനസ്സിലായത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം നെബുലൈസർ. ഇപ്പൊ നമുക്കറിയാം മഞ്ഞ സീസണൊക്കെ ആവുമ്പോ അല്ലെ എല്ലാവർക്കും തന്നെ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആവുമ്പോ നെബുലൈസർ ഉപയോഗിക്കാറുണ്ട്. നെബുലൈസർ നോക്കാം. ACLs ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഞാൻ പറഞ്ഞുതരാം ACLസിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. നെബുലൈസർ നോക്കാം. നെബുലൈസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി. നമ്മളിപ്പോ നേരത്തെ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, പുതിയൊരു മെഷീൻ. അതായത് നമ്മുടെ ഈ കാലഘട്ടത്തില് ചുമയും കഫക്കെട്ടൊക്കെ വരുമ്പോൾ പൊതുവെ നമുക്കൊന്ന് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചിലരുടെയൊക്കെ വീടുകളിൽ തന്നെ നെബുലൈസറിന്റെ മെഷീനൊക്കെ ഉണ്ടാവും. പ്രീമുടി പോലെ ശ്വാസമുട്ട അസുഖങ്ങളൊക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും ഇത്തരത്തിലുള്ള ആവി പിടിക്കലും കാര്യങ്ങളൊക്കെ നടത്താൻ ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു മെഷീൻ സ്വന്തമായിട്ടൊക്കെ മെഡിസിൻ യൂസ് ചെയ്യാറൊക്കെയാണ്. നെബുലൈസറിന്റെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി പിടിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഗിവ് മെഡിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് എ മിസ്റ്റ് ഇൻഹെൽഡ് ഇൻ ടു ദ ലങ്സ്. അതായത് നമ്മുടെ ലങ്സിലേക്ക് ആവി കിടത്തി വിട്ടിട്ട് അതിന്റെ ആ ഒരു തടസ്സം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതിപ്പോ കഫമൊക്കെ വന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഫ്ലോ ഒഴുക്ക് അത് സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെബുലൈസർ എന്ന മെഷീൻ ഉപയോഗിക്കുന്നത്. ഈ നെബുലൈസേഴ്സ് ആർ മെയിൻലി യൂസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് സ്റ്റിഫ്റ്റ് ഫൈബേഴ്സ്, ആസ്മ, COPD ആൻഡ് അതർ റെസ്പിറേറ്ററി ഡിസീസസ് ഓർ ഡിസോർഡേഴ്സ്. അതായത് ഇതിന്റെ പ്രധാനമായിട്ട് നമുക്കറിയാം COPD അല്ലെ, നമ്മുടെ മതിയായ രീതിയിൽ ഓക്സിജൻ വലിച്ചെടുക്കാതെയും കൃത്യമായ രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം തള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ ആസ്മ പേഷ്യൻസ് പൊടിയും അലർജിക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ എന്താണ് ശ്വാസമുട്ട അസുഖങ്ങളൊക്കെ ഉള്ള വ്യക്തികൾക്കൊക്കെയാണ് പൊതുവെ നെബുലൈസർ മെഷീൻ പൊതുവെ ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും റെസ്പിറേറ്ററി ഡിസീസസ് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർക്കും നെബുലൈസർ മെഷീൻ ഉപയോഗിക്കാറുണ്ട്. നെബുലൈസർ മെഷീൻ ഉപയോഗിക്കുന്നത് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ മാസ്ക് അത് ഉപയോഗിച്ച് അവനവന്റെ ഇതിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ടുള്ള മാസ്കുകൾ ഉണ്ടാവും. ആ ഒരു ഇതിനനുസരിച്ചുള്ള മാസ്ക് ഉപയോഗിച്ച് ട്യൂബ് വഴി എന്താണ് മെഷീനിലേക്ക് ഘടിപ്പിച്ച് ഇലക്ട്രിക് ആയിട്ട് അത് ഓൺ ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ ആ മെഷീൻ ആവി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മെഡിസിൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ മെഡിസിൻസും ശരീരത്തിനുള്ളിലേക്ക് പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ ശ്വാസനാളവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നെബുലൈസർ. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം.
COPD നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലാണോ വെന്റിലേറ്ററിലാണോ പഠിപ്പിച്ചിട്ടുള്ളത്? COPD എന്ന് പറയുമ്പോൾ ഓക്സിജൻ അല്ലെ, നമ്മൾക്ക് ഒരു നിശ്ചിത അളവില് ഓക്സിജൻ എടുക്കുന്നതോടൊപ്പം തന്നെ നിശ്ചിത അളവിൽ തന്നെ കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ അളവ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ മതിയായ രീതിയിൽ പുറന്തള്ളാൻ പറ്റാത്ത വരുന്ന അവസ്ഥകളാണ് COPD രോഗികൾക്ക് മതിയായ അളവിൽ ഓക്സിജൻ വലിച്ചെടുക്കാനും മതിയായ രീതിയിൽ തന്നെ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാനായിട്ട് സാധിക്കാതെ വരും. അതാണ് COPD എന്നതുകൊണ്ട് അത്തരം രോഗികളെ കൊണ്ട് മനസ്സിലാക്കുന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു ACLS എന്താണെന്നുള്ളത് പെട്ടെന്ന് ചോദിച്ചിരുന്നു. എന്താണെന്ന് വെച്ചത് നോക്കുക. അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലർ ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലർ ലൈഫ് സപ്പോർട്ട് അതാണ് ACLSന്റെ ഫോം. അതായത് ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ജീവൻ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചില ക്രിട്ടിക്കൽ അല്ലെ എമർജൻസി കേസുകളിൽ നമുക്ക് ജീവൻ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട മെഡിസിൻസ് എല്ലാം ഇവിടെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടതുണ്ട് അല്ലെ. പെട്ടെന്ന് തന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. അതാണ് അവിടെ ആ ഷെൽഫിന്റെ പ്രത്യേകത. അത് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിലാണ് അത്. അതിന്റെ ഒപ്പം തന്നെ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും പേഷ്യന്റ് അടുത്തേക്ക് ചെല്ലുന്നത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിക്കാണമെന്ന് വിചാരിക്കണം. അഡ്വാൻസ്ഡ് കിട്ടിയോ? അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലർ ലൈഫ് സപ്പോർട്ട്. പിന്നെ നേരത്തെ ചോദിച്ചതാണ് COPD കിട്ടിക്കാണും അല്ലെ. സ്റ്റീം ഇൻഹേലർ. സ്റ്റീം ഇൻഹേലർ എന്ന് പറയുമ്പോൾ എന്തും പൊതുവെ അല്ലെ വീടുകളിൽ നമ്മളിപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ മിക്ക വീടുകളിലും ആവി പിടിക്കാനായിട്ട് വീടുകളിൽ സൂക്ഷിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റീം ഇൻഹേലർ. സാധാരണയായിട്ട് പ്ലഗ് അല്ലെ, പ്ലഗിൽ കുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആവി വന്ന് നമുക്ക് അനുയോജ്യമായ രീതിയിൽ അത് ഉണ്ടാവും. വലുതുമുണ്ട്, അങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിൽ അത് ആവി കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ കൂടി ഇവിടെയുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തില് നമുക്ക് ആവി തരും. അങ്ങനെ എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിൽ അല്ലെ, നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാതെ ഈ രീതിയിലൊക്കെ ആവിയൊക്കെ പിടിച്ച് ശ്വാസകോശം ക്ലിയർ ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. The most common and major benefit of the natural steam inhalation therapy is it's a marvelous way of treating the respiratory problems or complications generated with the warm and moist air while inhaling with this process of steam inhalation. അതായത് നമ്മുടെ അല്ലെ ശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് സ്റ്റീം ഇൻഹേലർ എന്നുള്ളത്. അത് സ്റ്റീം ഇൻഹേലർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്ലഗിൽ വെച്ചിട്ടാണ് ഇത് ആവി നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെ. പണ്ട് കാലഘട്ടങ്ങളിൽ എന്താണ് വേറെ രീതിയിൽ അല്ലെ, നമ്മുടെ പുട്ടുണ്ടാക്കുന്ന ഇതിലൊക്കെയാണ് നമ്മൾ ആവിയൊക്കെ പിടിച്ച് പഴയ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എളുപ്പത്തില് ഒരു ചെറിയത് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ തന്നെ പ്ലഗിൽ കൊണ്ടുവച്ച് ആ വെള്ളം ഉപയോഗിച്ച് അതിൽ പറയുന്നിരിക്കുന്ന അളവില് വെള്ളം ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ആവി പിടിക്കാനായിട്ട് സാധിക്കും. അത് ഇച്ചിരി കൂടി ഡേഞ്ചറസ് അല്ലെ, ഇച്ചിരി കൂടി ഇതാവുമ്പോഴൊക്കെയാണ് നെബുലൈസറിന്റെ മെഷീന്റെ ഉപയോഗം വരുന്നത്. ഇതിൽ രണ്ടിലും ഒരേ ഇതാണ്, ആവിയാണ് ശരിയല്ലേ. നമ്മള് മാസ്ക് ഉപയോഗിച്ചിട്ട് ആവി കൊള്ളുന്നതിന് പകരം ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി തുടർന്ന രീതിയിൽ തന്നെ ആവി കൊള്ളാനായിട്ട് ശ്രമിക്കുന്നു എന്ന്. ക്ലിയർ ആണോ? നമുക്ക് അധികം സ്പീഡില് പോണമെന്നില്ല, കാരണം കുറെ ഈ ഇതുകളുടെ ഒരു പ്രത്യേകത ടൂളുകളെല്ലാം നമ്മൾ പഠിച്ചെടുത്തു പോവുക. കാരണം നമ്മളെപ്പോഴും ചിലതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള പേരുകളൊക്കെ തന്നെയാണ്. എന്താണ് അതിന്റെ ഉപയോഗം എന്ന് മനസ്സിലാക്കി പോകുക. എന്തായാലും നമുക്ക് ചാപ്റ്റേഴ്സ് ഒന്നും അധികം തീർക്കേണ്ടതില്ല. അതായത് മിസ്സിന്റെയും കഴിയാറായെന്ന് തോന്നുന്നു അല്ലെ.
എന്തായാലും അധികം ഇതുകളില്ല, പോർഷൻസ് ഇല്ല. നമുക്ക് എക്യുപ്മെന്റ്സിന്റെ ഇതുപോലെയുള്ളൂ. പിന്നെ റിവൈസ് ചെയ്യാൻ പറ്റുന്ന സമയം റിവൈസ് ചെയ്യാമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇപ്പൊ പഠിക്കേണ്ട ഇതുകളൊന്നും പ്രത്യേകിച്ച് എന്താണ് ഇനിയൊന്ന് റഫർ ചെയ്യാതിരിക്കത്തക്ക വിധത്തില് നിങ്ങൾ സ്ലോലി അത് ക്യാച്ച് ചെയ്ത് തന്നെ പോവുക. മെഷീൻസുകളുടെ ഉപയോഗക്രമം എന്താണെന്നത് ഓർത്ത് വെക്കുക. അപ്പൊ ഓരോ മെഷീന്റെയും പേരുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലതിന്റെ പേരുകളെല്ലാം നമ്മൾ ഓർത്തൊന്നും വരില്ല. അതൊന്ന് ജസ്റ്റ് ഓർത്ത് പോവുക. പിന്നെ ഇനി എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാനെടുത്താണ് എനിക്ക് തോന്നുന്നു മിക്കവാറും ആയുധ മിസ്സും കൂടി കണക്ട് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് ആയുധ മിസ്സിന്റെ പോർഷൻ തീരുമ്പോൾ എടുത്തോളും. എല്ലാത്തിന്റെയും ഇതിന്റെ ഒരു പ്രത്യേകത എല്ലാ ഹോസ്പിറ്റലിലുള്ള എല്ലാ ടേംസുകളും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഉപകരണങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കി. അപ്പൊ എന്ത് ഹോസ്പിറ്റലിലെ എന്ത് സംഭവങ്ങളെ കുറിച്ചും നമ്മൾക്ക് അറിയുമെന്നുള്ള ഒരു ഇതാണല്ലേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് കഴിയുമ്പോൾ ഹോസ്പിറ്റലിലെ എന്ത് സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അവളത് എക്യുപ്മെന്റ്സിന്റെ പേരുകൾ അറിഞ്ഞിരിക്കുക. ഇനി അത് എന്തിനാ ഉപയോഗിക്കണേന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ വെച്ച് വേണ്ടല്ലോ. എന്താണ് അതിന്റെ ഉപയോഗക്രമം എന്നുള്ളത് മനസ്സിലാക്കി വെക്കും. ക്വസ്റ്റ്യൻസ് കൂടി എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സുകളിൽ വനിതാ മിസ്സിന്റെ ക്ലാസ് കഴിയുമ്പോൾ വനിതാ മിസ്സിന് കണ്ടിന്യൂ ചെയ്യും. ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നതനുസരിച്ചിട്ട് എടുത്ത് തിരിക്കേണ്ടത് കൊണ്ടാണ്. എന്തായാലും നമുക്ക് റിവിഷൻ ക്ലാസ് നെക്സ്റ്റ് എന്റെ ക്ലാസ് ഫ്രൈഡേ ആയിരിക്കും. നിങ്ങൾക്ക് ഞാനെടുത്ത ഏതെങ്കിലും പോർഷൻസ് മനസ്സിലായത് ഞാനെടുത്ത ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും റിവൈസ് ചെയ്ത് തരേണ്ടതുണ്ടോ? ഞാനെടുത്ത പോർഷൻസിൽ ഏതെങ്കിലും റിവൈസ് തരേണ്ടതുണ്ട് എങ്കിൽ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫ്രൈഡേ വരുമ്പോൾ എനിക്ക് തോന്നുന്നു മൺഡേ ആവുമ്പോൾ നമുക്ക് ഒന്നിച്ച് ഒരു റിവൈസ് ചെയ്യാനുള്ള സാവകാശം കിട്ടുമായിരിക്കും. കാരണം മറ്റു ടീച്ചേഴ്സിന്റെ ഇച്ചിരി കൂടി ഭാഗങ്ങൾ എടുത്ത് തീർക്കാനുണ്ടല്ലോ. എക്യുപ്മെന്റ്സും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ എന്തായാലും പോർഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. വെറുതെ അല്ലെ നമ്മളെല്ലാ പോർഷൻസും കൈവശം ഒന്ന് റിവൈസ് ചെയ്ത് പോയായിരുന്നു. അതുമാതിരി തന്നെ റിവൈസ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്യണം തന്നെ ഓർത്തിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം നമുക്ക് ചാൻസ് ഉണ്ട് ക്ലാസ് എല്ലാവരും സ്റ്റോപ്പ് ആവുന്നവരേക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ എനിക്ക് ഇതിന്റെ കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ടാവുള്ളൂ. ബാക്കി ഭാഗം മിസ് എടുക്കും. കുറച്ച് ഭാഗം കൂടി എനിക്ക് എടുക്കാനുണ്ടാവുള്ളൂ. 25th വരെയാണ് അതോടെ എത്തിക്കുന്ന പോർഷൻ. നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയും എടുക്കാനുണ്ടാവും. അപ്പൊ ബാക്കി ഭാഗം മിസ്സായിരിക്കും എടുക്കുക. അപ്പൊ എന്തായാലും ഞാൻ ചോദിച്ചത് ഏതെങ്കിലും ഞാനെടുത്ത ഭാഗങ്ങളിൽ ഏതെങ്കിലും റിവൈസ് ചെയ്ത് തരേണ്ടതല്ലെങ്കിൽ ഞാനത് ആദ്യം റിവൈസ് ചെയ്യാൻ ഓർത്തിട്ടാണ്. അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് ഒന്നിച്ച് റിവൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഓരോ ഇതുകളില് ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ നിങ്ങൾ എനിക്ക് തോന്നുന്നു അവെയർ ചെയ്യാം. ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ഓരോ ടീച്ചേഴ്സും പഠിപ്പിച്ചിട്ട് നിങ്ങൾ എന്തായാലും ഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സിൽ കയറുന്നത് കൊണ്ട് മാർക്കറ്റിംഗ് ചാപ്റ്റർ മാർക്കറ്റിംഗ് ഞാൻ എടുത്തിട്ടില്ല. മാർക്കറ്റിംഗ് ചാപ്റ്റർ ഞാൻ എടുത്തിട്ടില്ല. അപ്പോ ഞാൻ എടുത്ത പോർഷൻസിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഭാഗം പറയാനുണ്ടെങ്കിൽ ഞാൻ അതുകൂടി പ്രിപ്പയർ ചെയ്യുക. അപ്പോ ഞാൻ പറഞ്ഞത് ഇന്റർവ്യൂ കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇച്ചിരി കൂടി പേടിയില്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എല്ലാത്തിനെയും കുറിച്ച് നിങ്ങൾക്ക് ഒരു അവയർനെസ് അല്ലെ, ഒരു ധാരണയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ടെസ്റ്റിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണ് വേണ്ടത്. എന്ത് വന്നാലും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, ക്വാളിറ്റി അഷുറൻസ് ഞാൻ എടുത്തത് ആ ചാപ്റ്റേഴ്സ് ഒന്നും ഉള്ളിലുള്ളതല്ല.
മാർക്കറ്റിംഗും എന്റെ അല്ല. എന്തായാലും പതിയെ നോക്കിയാൽ മതി. എന്നിട്ട് നോക്കിയിട്ട് ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതിയോ? ഇപ്പോ ഈ എക്കോ ടെസ്റ്റും കൂടി പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എക്കോ ടെസ്റ്റ്. സാധാരണയായിട്ട് ഒരു എക്കോ എടുത്തിട്ട് വരാനൊക്കെ ചില ഡോക്ടേഴ്സ് പറയും അല്ലെ, എന്തെങ്കിലും ഘട്ടമായി ബന്ധപ്പെട്ട കിതപ്പും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഡോക്ടേഴ്സ് ഒരു ഫിസിഷ്യന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ പെട്ടെന്ന് കിതപ്പ് വരുന്നു, അങ്ങനെ ഒരു തോന്നൽ, അല്ലെങ്കിൽ ഓടുമ്പോഴേ ഭയങ്കര പ്രോബ്ലം തോന്നുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സ് പറയും ഒരു എക്കോ എടുത്തിട്ട് വരാൻ. എന്തിനായി? അതുകൊണ്ട് നമ്മൾ എക്കോ ടെസ്റ്റിന് വിധേയമാകും. ടെസ്റ്റിൽ പ്രധാനമായിട്ട് നോക്കാം. ദ ടെസ്റ്റ് ഈസ് ഓൾസോ നോൺ ഇൻ ദ നെയിം ഓഫ് എക്കോ കാർഡിയോഗ്രാഫി എന്നുകൂടിയും കാർഡിയോഗ്രാഫി എന്നാണ് പറയുന്നത്. ഒരിക്കലും കാർഡിയോഗ്രാഫി എന്നുള്ള പേരല്ല, ഗ്രാഫി എന്ന് തന്നെ പറയുന്നത്. അപ്പൊ എക്കോ കാർഡിയോഗ്രാഫി ഫോർ ഡയഗ്നോസ്റ്റിക് കാർഡിയോ അൾട്രാസൗണ്ട്, ആ ഒരു വീടും കൂടി, ആ ഒരു അത് നെയിംസുകളിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എക്കോ എന്ന് പറയുന്നത് എക്കോ കാർഡിയോഗ്രാഫി ഓർ എക്കോ കാർഡിയോഗ്രാഫ് അൾട്രാസൗണ്ട്, ഡയഗ്നോസ്റ്റിക് കാർഡിയോഗ്രാഫ് അൾട്രാസൗണ്ട്. An echo uses sound waves to design picture of your heart, chambers, valves, walls, and the blood vessels. അതായത് നമുക്കറിയാം എവിടെയെങ്കിലും ഒരു ചെറിയ ഹോള് ഉണ്ടായെങ്കിൽ അതൊരു പ്രോബ്ലം ആണ് അല്ലെ, മെയിൻ ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഹോളുകളിലെ വാൾവുകളിൽ എന്തെങ്കിലും ലീക്കോട്ടോ അല്ലെങ്കിൽ പമ്പിങ് കാര്യങ്ങളൊക്കെ വരുന്നിടത്ത്, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് നമുക്കറിയാം ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്നത്, ഹൃദയത്തിൽ നിന്നും ബ്ലഡ് തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന പമ്പ് അല്ലെ, നമ്മുടെ ആർട്ടറീസ് എന്നൊക്കെ പറയുന്ന, വെയിൻസ് എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിലേക്ക് അകത്തേക്കും ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കും അല്ലെ അശുദ്ധ രക്തങ്ങളെ വഹിച്ചു കൊണ്ടുപോകാനായിട്ടുമുള്ള വെയിൻസുകളുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ലീക്ക് ഔട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എക്കോ ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ വ്യക്തിക്ക്, ഈ പേഷ്യന്റിന് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അല്ലെ, ആ ഞരമ്പുകൾക്കോ ധമനികൾക്കോ അല്ലെങ്കിൽ എന്താണ് വാൽവുകൾക്കോ അതിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്കോ ടെസ്റ്റിന് വിധേയമാക്കുന്നത്. അപ്പൊ എക്കോ ടെസ്റ്റ് നടത്തുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് പിന്നെ ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നത്. അപ്പൊ ദ ടെസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് in the name of echocardiography or a diagnostic cardiac ultrasound. An echo uses sound waves to design pictures of your heart chambers, valves, walls, and the blood vessels. അതുമായി ബന്ധപ്പെട്ട ഭിത്തികളില്, വാൽവുകളില്, ധമനികളില് അല്ലെങ്കിൽ നാഡീവ്യൂഹങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്കോ ടെസ്റ്റ് എടുക്കുന്നത്. വീണ്ടും പറയുന്നു, യുവർ or a probe called a transducer is passed over your chest. അപ്പൊ ഇതിലൂടെയാണ് നമ്മുടെ സാധാരണയായിട്ട് ഈ രീതിയിലാണ് നമ്മളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്. മൊത്തത്തില് ബ്ലഡ് അങ്ങോട്ട് പാസ് ചെയ്യും, ബ്ലഡ് തിരിച്ച് ഫ്ലോ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതാണ് ആ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അത് നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും അല്ലെ ഹൃദയ സങ്കോച വികാസങ്ങളൊക്കെ ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെയാണ് ഓക്സിജനും ബ്ലഡും എല്ലാം ഹൃദയത്തിലേക്ക് എടുക്കുകയും തിരിച്ചൊക്കെ പോവുകയും ചെയ്യുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും വറവുകളൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് എക്കോ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് കുറച്ച് എക്യുപ്മെന്റ്സ് കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വരിക, അവിടെ നമുക്ക് ഡിസ്കസ്. ഓക്കെ, താങ്ക് യു. Thank you. Thank you, ma'am.